ഒരു കൃഷിക്കാരൻ തന്റെ അന്നത്തെ ജോലികളെല്ലാം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അപ്പോ പാടത്തിന്റെ ഒരു അരികു പറ്റി ഒരു കഴുകന്റെ മുട്ട കാണാനിടയായി. അയ്യോ, ഏതോ ഒരു കഴുകൻ തന്റെ മുട്ട ഇവിടെ വെച്ചിട്ട് പാറി അടുത്തെങ്ങാനും ഉണ്ടാകാം എന്ന് കരുതി കഴുകന്റെ കൂടെ അന്വേഷിച്ചു കുറെ നടന്നെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവസാനം അയാൾ ആ മുട്ട എടുത്ത് വീട്ടിലേക്ക് നടന്നു. തന്റെ കോഴികളുടെ കൂട്ടത്തിൽ ആ മുട്ടയും വെച്ചു. അങ്ങനെ കോഴി അത് തന്റെ മുട്ടയാണെന്ന് കരുതി അടയിരിക്കാൻ തുടങ്ങി. മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം കഴുകൻ കുഞ്ഞും മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് കോഴിക്കുട്ടികളോടൊപ്പം കഴുകൻ കുട്ടിയും നടന്ന് കോഴികൾ ചെയ്യുന്ന രീതികളിലൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എങ്കിലും അതെപ്പോഴും ആകാശത്തേക്ക് നോക്കുമായിരുന്നു. മറ്റു കഴുകന്മാർ ആകാശത്തൂടെ പറന്നു നടക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ കൊതിയോടെ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അത് പറക്കാൻ ശ്രമിക്കുകയോ അതേപോലെ വാനിൽ ഉയരാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. നമ്മളിൽ ചിലരും അങ്ങനെയാണ്. കഴിവുകൾ അനവധിയായിരിക്കും. നമ്മൾക്കുള്ളത് എന്തൊക്കെയാണെന്ന് ഒരുപക്ഷെ നമുക്ക് തന്നെ അറിവുമുണ്ടാകാം. എന്നാൽ അവയുടെ പിന്നാലെ ചെല്ലാനോ അതിനുവേണ്ടി പരിശ്രമിക്കാനോ അതിലൂടെ നടന്നു നോക്കാൻ പോലും ശ്രമിക്കാത്തവരാണ് കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും നേടാനാകാതെ വെറുതെ ജനിച്ച് ജീവിച്ചു തീർക്കുകയാണ് പലരും. ഇനിയെങ്കിലും നമ്മുടെ കഴിവുകളെ തട്ടി ഉണർത്തി വെറുതെ ഒന്ന് ആ വഴിയെ നടക്കുക. ഇന്ന് ആ വഴിയെ നടക്കുന്നവർ കുറച്ചു വർഷങ്ങൾക്കപ്പുറം ആ വഴികളുടെ രാജാവായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകളുടെ രാജാവ് നിങ്ങളാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് വേണ്ടിടത്തേക്ക് യാത്ര തിരിക്കുക. യാത്ര തിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പലരും പുറകിലോട്ട് വിളിക്കാനും അല്ലെങ്കിൽ പോകരുതെന്ന് പറയാനും ഒക്കെ ഉണ്ടാകും. ചിലപ്പോ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും പോവേണ്ടി വരിക. പോകുന്ന യാത്ര, ദൂരം അതൊന്നും നോക്കരുത്. നിങ്ങളുടെ വഴി ചിലപ്പോ ദുർഘടം പിടിച്ചതായിരിക്കാം. പതുക്കെ പോകാം, ശ്രദ്ധയോടെ പോകാം. പക്ഷേ നിങ്ങൾ എത്തേണ്ടിടത്ത് തന്നെ നിങ്ങൾ എത്തുമെന്നേ. ശ്രമിച്ചു നോക്കൂ.